CM പിണറായി വിജയൻജി എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ഷൻ ടൈമിൽ? ഇന്ത്യയിൽ ഹിന്ദുസും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും പേട്രിയോട്ടിക് ആണ്, ഭാരത് മാതാ കി ജയ് പറയുന്നു. അത് പിണറായി വിജയനും അവരെ സഖാവുമാരെ പറയട്ടെ, ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ് വേറെ ആരോ പറഞ്ഞതാണ്, നിങ്ങളല്ല പറഞ്ഞത്. അതുകൊണ്ട് എന്ത് 1947 1948 ആദ്യം നമ്മുടെ ഇന്ത്യക്ക് ത്യാഗം ചെയ്ത ഓഫീസർ ഒരു ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ ആയിരുന്നു. അദ്ദേഹം മുസ്ലിം ആയിരുന്നു. അദ്ദേഹത്തിന്റെ ബാറ്റിൽ ഓർഡേഴ്സിലെല്ലാം അദ്ദേഹം ജയ്ഹിന്ദ് എന്ന് എഴുതിയിരുന്നു. ഇന്ത്യയിൽ ഹിന്ദുസും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും പേട്രിയോട്ടിക് ആണ്, ഭാരത് മാതാ കി ജയ് പറയുന്നു. അത് പിണറായി വിജയനും അവരെ സഖാവുമാരെ പറയട്ടെ, ഭാരത് മാതാ കി ജയ്. അതല്ല ചാലഞ്ച്. അവര് പറയട്ടെ ജയ്ഹിന്ദ്. അത് ചൈനക്കാരെ സമ്മതിക്കില്ല. ചൈന അവിടെ ഒരു ജയ് ചൈനയല്ലേ. അപ്പൊ ഇതെല്ലാം ഒരു റിഡിക്കുലസ്നെസിന്റെ ഒരു എക്സ്ട്രീമാണ്. ഭാരത് മാതാ കി ജയ് വേറെ ആരോ പറഞ്ഞതാണ്, നിങ്ങളല്ല പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് ജനങ്ങൾക്ക് വേണ്ടത് അവർക്ക് കിട്ടുന്നുണ്ടോ ഡ്രിങ്കിങ് വാട്ടർ? അവരുടെ കടലാക്രമണത്തിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഇതിന്റെ ആൻസർ പറയാണ്ട് ഭാരത് മാതാ കി ജയ് ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു? അത് പിണറായി വിജയൻ അതിന് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ വി ആർ വില്ലിംഗ് ടു അക്സെപ്റ്റ്. അതൊരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആളാണ് ഭാരത് മാതാ കി ജയ് ആദ്യം പറഞ്ഞത്. പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞത് മാത്രമേ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്ത കൊടുക്കൂ. അതേസമയം പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞതിന് പിണറായി വിജയന്റെ മുഖം നോക്കി അടിക്കുന്നത് പോലെ വളരെ ശക്തമായിട്ടുള്ള ഇതുപോലെയുള്ള മറുപടികൾ കൊടുത്തത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്ത കൊടുക്കില്ല, അത് ജനങ്ങളിലേക്ക് എത്തിക്കില്ല. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ള ഈ ഒരു മറുപടി സുബോധമുള്ള സകല ആളുകളും ഒരുപാട് ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇദ്ദേഹം, അതായത് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് അസീമുല്ലാ ഖാനാണ് ഭാരത് മാതാ കി ഉണ്ടാക്കിയിട്ടുള്ളത്, അതിനി വിളിക്കേണ്ട എന്ന് വെക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ശക്തമായിട്ടുള്ള മറുപടി തന്നെയല്ലേ രാജീവ് ചന്ദ്രശേഖർ ഈ പറഞ്ഞിട്ടുള്ളത്? എന്താ പറഞ്ഞിട്ടുള്ളത്? ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാനെ പോലും ഉദാഹരണമായിട്ട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർഡറുകളിലൊക്കെ തന്നെ ജയ് ഹിന്ദ് എന്ന് എഴുതിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഓർഡറുകളൊക്കെ തന്നെ കൊടുത്തിരുന്നത് എന്ന്. ഇതുപോലെ നമ്മുടെ രാജ്യത്തെ ഹിന്ദുസും മുസ്ലിംസിലും ക്രിസ്ത്യൻസിലും സകല മതങ്ങളിലും രാജ്യസ്നേഹികളുണ്ട്. അതേസമയം കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള നിങ്ങൾ എത്ര വേദികളിൽ നിന്ന്, നിങ്ങൾ എത്ര തവണ ഭാരത് മാതാ കി ജയ് വിളിക്കുമെന്നാണ് അടിയുറച്ച ശബ്ദത്തിൽ അവരോട് ചോദിച്ചത്. അവർക്ക് വിളിക്കാൻ സാധിക്കില്ല, കാരണം അവരെ നിയന്ത്രിക്കുന്നത് അങ്ങ് ചൈനയിൽ നിന്നാണല്ലോ എന്ന്. ഭാരത് മാതാ കി ജയ് ആരെഴുതിയാൽ എന്താണ് ഇവിടെ പ്രശ്നം? അതാണോ ഒരു മുഖ്യമന്ത്രി ഇവിടെ വിഷയമായിട്ട് ഉയർത്തേണ്ടത്? നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള സ്ഥലത്ത് പോലും ശുദ്ധജല പ്രശ്നമുണ്ട്, തീരദേശ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളും പ്രശ്നങ്ങളും സാധാരണക്കാരുടെ വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിലപ്പുറം എന്തിനാണ് യാതൊരു ഉളുപ്പുമില്ലാതെ ഇമാതിരിയുള്ള പ്രസ്താവന ൊക്കെ ഇറക്കുന്നത് എന്ന് വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മറുപടി കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കാണുക ചെയ്യില്ല. അതേസമയം ഇത് പിണറായി വിജയൻ കേട്ടാൽ പറയുമായിരുന്നു, ഈ രാജീവ് ചന്ദ്രശേഖർ ആരും കാണാതെ എൻ്റെ മുഖത്തൊന്ന് തരുന്നതായിരുന്നു നല്ലത് എന്ന്. അത്രത്തോളം ശക്തമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിനു മറുപടി കൊടുത്തിട്ടുള്ളത്. ഈ രാജ്യത്തെ എല്ലാവരും ഒരുമിച്ചൊത്തൊരുമയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ യാതൊരു ഉളുപ്പുമില്ലാതെ എങ്ങനെയാണ് ഇതുപോലെ വിളിച്ചു പറയാനൊക്കെ സാധിക്കുന്നത്? അസീമുല്ലാ ഖാനാണ് ഭാരത് മാതാ കി ജയ് എഴുതിയത്, എന്നിട്ട് അതിനി വിളിക്കില്ലെന്നു യാതൊരു ഉളുപ്പുമില്ലേ ഈ പിണറായി വിജയന്? സുബോധമുള്ള സകല ആളുകളും അത് തന്നെയാണ് മനസ്സിലാക്കുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് സകല രാജ്യസ്നേഹികളോടുമാണ്. രാജീവ് ചന്ദ്രശേഖർ ഈ പറഞ്ഞിട്ടുള്ള
ശക്തമായിട്ടുള്ള മറുപടി നമ്മുടെ കേരളത്തിലെ സകല പുതുതലമുറയിലേക്കും എത്തിക്കുക തന്നെ ചെയ്യണം. കാരണം അവർ മനസ്സിലാക്കണം, പിണറായി വിജയനെ പോലെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രം മുന്നിട്ടിറങ്ങുന്ന ആളുകൾ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാരായിട്ട് ഉള്ളത്. അതേസമയം ജനങ്ങളുടെ ആവശ്യത്തിന് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് അതേപോലെ തന്നെ ഭിന്നിപ്പിന്റെ സുരമുയർത്തുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കാൻ അറിയുന്ന രാജീവ് ചന്ദ്രശേഖരെ പോലെയുള്ള ആളുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പുതുതലമുറ തിരിച്ചറിയണം. പരമാവധി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ സകല പുതുതലമുറയിലേക്കും എത്തിക്കേണ്ടത് രാജ്യസ്നേഹികളുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇത് വാർത്ത പോലും കൊടുക്കില്ല എന്നുകൂടി സകല ആളുകളും തിരിച്ചറിയുക.